8 കൈയുള്ള ജീവിയുടെ പേരാണ് എട്ടുകാലി. 16 കൈയുള്ള ഒരു ജീവിയുണ്ട്, അതിൻ്റെ പേരാണ് ഭാര്യ. ഒരുപാട് കാര്യങ്ങൾ അവർ ഒരേ സമയത്ത് ചെയ്യുന്നവരാണ്. എൻ്റെ ഭാര്യ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. സാധാരണ യോഗത്തിനൊന്നും വരാറില്ല. എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് കിടക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ പോകാറില്ല. എന്നാൽ സഹോദരിമാരുടെ മീറ്റിംഗ് ആണെന്ന് അറിഞ്ഞപ്പം ചാടിക്കറി വണ്ടി കയറിയിരിക്കുക. എന്തായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത്, മക്കൾക്കുള്ള ഭക്ഷണം, എനിക്കുള്ള സ്പെഷ്യൽ ഫുഡ്, അമ്മയ്ക്കുള്ള ഫുഡ്, കൊച്ചുമക്കൾക്കുള്ള ഭക്ഷണം, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് എണ്ണയിട്ട യന്ത്രം പോലെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, അവരെ നമ്മൾ പലപ്പോഴും അഭിനന്ദിക്കാൻ മറന്നു പോകാറുണ്ട്. ഒരിക്കലും എൻ്റെ ഭാര്യയെ പറഞ്ഞ് ഞാൻ മൂത്ത മോളുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. ഞാനങ്ങനെ വിടാറില്ല പൊതുവെ. കാരണം ഈ മക്കളെയും കൊച്ചുമക്കളെയും നോക്കുന്നതിനോട് പൊതുവേ ഒരല്പം ഇഷ്ടക്കുറവുള്ള ആളാണ് ഞാൻ. മക്കളെ നോക്കാം, പക്ഷേ മക്കളെ നോക്കിയിരിക്കുന്നതിനോട് അല്പം വിരോധമുള്ള ആളാണ്. കാരണം അവരുടെ മക്കളെ നോക്കട്ടെ, നീ എന്നെ നോക്കാനുള്ളതാണ് എന്നാണ് ഞാൻ പറയാറുള്ളത്. എന്തായാലും എന്നോട് ചോദിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചോളൂ? ഞാൻ പറഞ്ഞു കഴിച്ചോളാം, നീ പോയാലും ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു ചോദിച്ചു, വല്ലതും കഴിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കഴിക്കുന്നുണ്ട്. എവിടെ നിന്നാ? ഉസ്താദ് ഹോട്ടലിൽ നിന്ന്. നമുക്ക് ഈ മുട്ട പൊരിക്കാനും വറ്റൽമുളക് കാച്ചി ഇച്ചിരി ചോറും തിന്നാനല്ലാതെ വേറെ എന്തെങ്കിലും അറിയാമോ? ഈ ഒച്ചപ്പാടെടുക്കാനും അവരെ കുറേ ചാടിക്കാനും അല്ലാതെ ഭൂരിപക്ഷം പേർക്കും അധികം അറിഞ്ഞുകൂടാ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ കിടക്കുന്ന റൂമൊന്ന് തുടച്ചിടാവോ? എൻ്റെ അകവാള് വെട്ടിപ്പോയി. കാരണം കൺവെൻഷൻ പ്രസംഗനായ എന്നോട് വീടിൻ്റെ മുറി തുടച്ചിടാവോ എന്ന് ചോദിച്ചപ്പം ഞാനാകപ്പാടെ വിഷമിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇടയ്ക്കിടയ്ക്ക് 2200 സ്ക്വയർ ഫീറ്റുള്ള വീട് അവിടെ തുടച്ച് സ്റ്റെയർ കേസിലും കസേരയിലൊക്കെ ഇടയ്ക്ക് ഇരിക്കുന്നത് കാണുമ്പം ഞാൻ വിചാരിക്കും അതിന് മാത്രം പണിയുണ്ടോയെന്ന്. പക്ഷെ ഒരുപാട് പണിയുണ്ടെന്ന് മനസ്സിലായി. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ബിജി നമസ്കാരം, ഇത് ഇത്രയും ജോലി ചെയ്യുന്ന ഒരാളാണ് നമ്മൾ അറിഞ്ഞില്ല, ഭയങ്കര സംഭവമാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്നോട് പറയുക, കോടതിയുടെ വിധിയുണ്ട്, ഈ ഭാര്യമാർക്ക് സെർവൻറ്റിൻ്റെ അടിസ്ഥാന ശമ്പളമെങ്കിലും കൊടുക്കണമെന്ന്. പറയാൻ പോയത് അബദ്ധമായി. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ, പക്ഷേ വേല പറ്റിയില്ലെങ്കിൽ വേലക്കാരിയെ മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞോടുകൂടെ ആ ചാപ്റ്റർ അവിടെ തൽക്കാലം അവസാനിച്ചു.